അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആകാശിൻ്റെ അശ്വതിൻ്റെയും കല്യാണം എത്തി. ഞാനിപ്പോൾ ഉള്ളത് ഗോകുലം മാളിലാണ്. ഇവിടെ ഹാലോവീൻ്റെ ഭാഗമായിട്ട് കുറേ പ്രേതങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നത് ടോണിയങ്കയിലേക്കാണ്. മാളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രേതങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്നവർക്കൊക്കെ അതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇതാ ആര്യയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് അശ്വതീൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചിട്ട് ഹർഷയും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ടോണിയങ്കയിൽ വന്ന് ത്രെഡിങ്ങൊക്കെ ചെയ്ത് പോവാണ്. ഞാൻ പിന്നെ കണ്ണാടി എവിടെ കണ്ടാലും എൻ്റെ പരിപാടിയാണിത്. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ ടച്ചപ്പൊക്കെ ചെയ്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിതാ സ്ഥലം എത്തിയിട്ടുണ്ട്. ഹർഷനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വന്നു ഗൈസ്. ഞങ്ങൾ ഒരാൾ കാത്തിക്കാണ് ഗൈസ്. വരുന്നുണ്ട്. വേണ്ടി കാത്തിരുന്നതാണ് ഞങ്ങളെല്ലാവരും. മുതലേ എന്ത് ചെയ്യാൻ ലേറ്റ് ആയി വന്നാൽ ലേറ്റസ്റ്റ് ആയിരുന്നല്ലോ. അങ്ങനെ നമ്മളിതാ കല്യാണ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അശ്വതിയും ആകാശും രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിനി ആകാശിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത്. എനിക്ക് പക്ഷേ ആകാശിനായിരുന്നു ആദ്യം അറിയുന്നുണ്ടായിരുന്നത്. ആകാശും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അശ്വതീനെ അറിഞ്ഞത് ആകാശ് മുഖേനയാണ് ഞാൻ അശ്വതീനെ പരിചയപ്പെടുന്നത്. അതുപോലെ ഹർഷയാണെങ്കിലും ആര്യയാണെങ്കിലും ഒക്കെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരാണ് ഇതെല്ലാവരും. ആൾ ഇന്നലെ രാത്രി മൈലാഞ്ചിയൊക്കെ ഇട്ട കഥ പറയായിരുന്നു. 2-3 ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നെല്ലാം പറയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മിൽക്ക് ബണ്ണ്, ചോക്ലേറ്റ് ബണ്ണ്, ന്യൂട്ടല്ല ബണ്ണ്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ബണ്ണിൻ്റെ ഒരു ഷോപ്പ്. നമ്മൾ അവിടെ അശ്വതീൻ്റെ വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ടാണ് ഈ ബണ്ണ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത്. എന്താല്ലേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയുന്നത് ഇതന്നെയല്ലേ. പക്ഷേ സംഗതി പൊളിയായിരുന്നു കേട്ടോ. ഞാൻ അത്ര ഒരു സ്വീറ്റ് ഫാൻ അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മിൽക്ക് ബണ്ണാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ഒരെണ്ണമായിരുന്നു പറഞ്ഞത്, പക്ഷേ ഒരെണ്ണം തന്നെ കഴിക്കാൻ ഞങ്ങൾ പാടുപെട്ടു കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സാധനത്തിന്, ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചു. പനി പിടിച്ചാൽ പോലും ബണ്ണ് കഴിക്കാത്ത കുട്ടികളെ വരുന്ന മരണം ബണ്ണ് കഴിച്ചു. ക്ലീൻ. അങ്ങനെ നമ്മളവിടെ ചെക്കൻ്റെ വീട്ടിലെത്തി. ചെക്കനും പെണ്ണും ഇത് നല്ലതാ നമ്മളെ ഫ്രണ്ട് ആയതുകൊണ്ട് 2 വീട്ടിൽ ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. ഞങ്ങളിവിടെ എത്താൻ കാത്തിരിക്കുകയായിരുന്നു ഹൽദിയുടെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കേക്കും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അപ്പോൾ നമ്മളും കൂടെ വന്നതിന് ശേഷം ആകാശ് കേക്കൊക്കെ കട്ട് ചെയ്തു.
പിന്നെ ഞങ്ങളെല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് നെക്സ്റ്റ് ഡേ കല്യാണം. ഇതാണ് ഔട്ട്ഫിറ്റ് കല്യാണത്തിൻ്റെ. അവിടെ അടങ്ങിയിരിക്കടി, അടങ്ങിയിരിക്കടി, നോക്കട്ടെ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, നോക്കട്ടെ. അമ്മ പോയി വരാട്ടാ, ഞങ്ങൾ പോട്ടെ അമ്മ. അങ്ങനെ ഒരു 9-9:30 ആയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇനി ആകാശിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണമൊക്കെ നടക്കുന്നത്. 11-11:30 ഇടയിലാണ് നമ്മുടെ കല്യാണത്തിൻ്റെ മുഹൂർത്തം വരുന്നത്. അവിടെ ആകാശിൻ്റെ വീട്ടിൽ ഹർഷയും ഉണ്ണിമായൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. ചെറുക്കന് പോകാനുള്ള BMW ഒക്കെ വന്നിട്ടുണ്ട്. കല്യാണ ചെക്കനെ നോക്കട്ടെ, ഒരു ഹായ് പറയും കല്യാണ ചെക്കൻ. അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടൂല. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതായി കാണുന്നതാണ് ഓഡിറ്റോറിയം. കണ്ടില്ല.
നടക്കുന്ന എന്തായാലും കിട്ടും. പൂജാരി വരില്ലല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി പോയിട്ട് ഫോട്ടോസ് എടുക്കണം, നേരെ വിടണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും അധികം ആർക്കാരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ചലിക്കാൻ വേണ്ടിയിട്ട്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് ഓഡിറ്റോറിയത്തിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ഡാൻസാണ് ഫ്രണ്ട്സിൻ്റെ വക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോകണം ആകാശിൻ്റെ. അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോകണം.
പിന്നെ ഇതാ ഇവിടുന്ന് നല്ല അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഫ്രണ്ട്സ്. The sun's sinking low. Hitting up the boulevard, see the palm trees glow. Caddy drop top, got the rims on shine. West Coast living where it's always fine. Barbecue grilling, got the smoke in the air. Neighbors pulling up, good vibes everywhere. Talk box singing, let the synthesizer play. Grooving through the block like it's a Saturday. Slide, glide, take a ride. Oh, feel that sunshine, let the bass line flow. West Coast breeze, got the vibe on lock. Cruising all day, no tick tick of the clock. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ പോവാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അടിപൊളിയാണ്. ഇപ്പം നല്ല ടയേർഡായി, എല്ലാവരും നല്ല ടയേർഡായി. ഇത് നമ്മളെല്ലാവരും ബാക്ക് ടു ഹോം. ബൈ. Late night lights, city shining in gold. Story after story, all the legends are told. Cruisers hit the streets, hear the engines purr. Low riders dipping, making heads turn.